കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിനോട് വിമുഖത കാണിച്ചിരുന്ന ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും UDF വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി പല സമർത്ഥരായ സ്ഥാനാർത്ഥികളെയും അവർ രംഗത്തിറക്കിയിട്ടുമുണ്ട്. അതിലൊന്നാണ് നാദാപുരം. ജന്മികുടിയാൻ പോരാട്ടങ്ങളും കർഷക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും നേരിൽ കണ്ട മണ്ണ്, ഉറച്ച ഇടതുകോട്ട എന്ന് പറയാവുന്ന മണ്ഡലം. ഇത്തവണ നാദാപുരത്ത് കൈപ്പത്തി ഉയർത്താനാണ് കോൺഗ്രസും UDFും ശ്രമിക്കുന്നത്. അത് വെറും ആഗ്രഹം എന്നതിനപ്പുറം കൃത്യമായ പ്രവർത്തനങ്ങൾ ജില്ലയിലും മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് അവർ നടത്തി വരുന്നുമുണ്ട്. 1960 മാത്രമാണ് CPI അല്ലാതെ ഒരു വ്യക്തി നാദാപുരത്ത് ജയിച്ചത്. മുസ്ലിം ലീഗിൽ നിന്നും ഹമീദ് അലി ഷംനാദ് ആണത്. ആ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ഇടതുപാളയത്തിൽ നിന്നും എത്തുന്നത് CPIയുടെ P വസന്തമാണ്. ഇടതിനെ തകർക്കാൻ UDF പാളയത്തിൽ നിന്നും എത്തുന്നതോ കരുത്തുറ്റ യുവ സ്ഥാനാർത്ഥി KM അഭിജിത്ത്. NDAക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥി CP വിപിൻ ചന്ദ്രനും രംഗത്തുണ്ട്. ഇടതു വലതുകൾ തമ്മിൽ വാശിയേറിയ ഒരു പോരാട്ടമാകും ഉറപ്പായും നാദാപുരത്ത് നടക്കുക. വിജയം ഉറപ്പിക്കുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കിയാൽ വലിയ ഭൂരിപക്ഷമൊന്നും LDFന് അവിടെ അവകാശപ്പെടാൻ ഇല്ല. 2011 7546 ആയിരുന്ന CPIയിലെ EK വിജയന്റെ ലീഡ് 2016 ആയപ്പോൾ 4759 കുറഞ്ഞു. കോൺഗ്രസിലെ പ്രവീൺ കുമാർ ആയിരുന്നു അന്നത്തെ എതിരാളി. 2021 ഇതേ എതിരാളിയോട് ഏറ്റുമുട്ടിയപ്പോഴും ലീഡിൽ പുരോഗതി ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല 4035 അത് കുറയുകയും ചെയ്തു. ഇനി കാണേണ്ടത് 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലേക്കാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വൻ ലീഡോടെയാണ് ഷാഫി പറമ്പിൽ CPMലെ KK ശൈലജയെ തോൽപ്പിച്ചത്. നാദാപുരം മണ്ഡലത്തിൽ മാത്രം ഷാഫി 95,767 വോട്ടുകൾ നേടി. അതായത് ശൈലജയേക്കാൾ 23,877 വോട്ടുകൾ അധികം. ഇത് കോൺഗ്രസിന്റെ ഒരു വൻ മുന്നേറ്റം തന്നെയായി നാദാപുരത്തെ സംബന്ധിച്ച് കണക്കാക്കാം. ഇനി 2025 അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 6 എണ്ണം LDF ഭരിക്കുമ്പോഴും വോട്ടുകളുടെ എണ്ണത്തിൽ UDFന് 5365 വോട്ടുകളുടെ ലീഡുണ്ട്. ഈ കണക്കുകൾ UDF അവിടെ ഇത്തവണ സൃഷ്ടിക്കാൻ പോകുന്ന സ്വാധീനമായും കണക്കാക്കാം. മികച്ച ഒരു സ്ഥാനാർത്ഥി എത്തുന്നതോടെ നാദാപുരത്തെ LDF മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ UDF മുന്നണിക്ക് സാധിക്കുമെന്നതും ഉറപ്പാണ്. സംസ്ഥാനത്ത് ഭരണമാറ്റം നടക്കുമ്പോൾ ആദ്യം ഇടതിനെ തള്ളിപ്പറയുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും നാദാപുരമെന്ന് UDF സ്ഥാനാർത്ഥിയായ അഭിജിത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നാദാപുരത്തെ സംബന്ധിച്ച് അഭിജിത്ത് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഒരു പുതുമുഖമല്ല. കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിൽ മത്സരിച്ച അഭിജിത്ത് അന്നവിടെ നിന്നും പരാജയപ്പെട്ടെങ്കിലും പിന്നീട് നാദാപുരം ഉൾപ്പെടെ കോഴിക്കോട് ജില്ല ലക്ഷ്യമാക്കി തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായ വ്യക്തിയാണ്. മാത്രമല്ല UDFന് ബലമായി കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ പ്രവീൺ കുമാർ കൃത്യമായ ഒരു ബേസ് തന്നെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ആത്മവിശ്വാസം കൂടി അഭിജിത്തും UDFനും ഒപ്പമുണ്ട്. ഒപ്പം ഷാഫി പറമ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളമുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രകമ്പനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായാണ് P വസന്തം എത്തുന്നത്. നാദാപുരം മുൻ MLA സത്യൻ മൊകേരിയുടെ ഭാര്യയാണ്. പക്ഷേ ആ മേൽവിലാസം വേണ്ട അവർക്ക് രാഷ്ട്രീയക്കാരി എന്ന നിലയ്ക്ക് അറിയപ്പെടാൻ. സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവിയായി നിന്ന വ്യക്തിയാണ് ഇത്തവണ നാദാപുരം നിലനിർത്താൻ LDF രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. മുൻ MLA EK വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജനകീയത അവിടെ CPIക്ക് വളരെ ഗുണം ചെയ്ത ഒരു വസ്തുതയാണ്. അതാണ് കഴിഞ്ഞ 15 വർഷങ്ങൾ അദ്ദേഹത്തിന് നാദാപുരത്തുകാരുടെ പ്രതിനിധി ആക്കിയതും. ഇപ്പോൾ P വസന്തത്തെ സംബന്ധിച്ച് അവർ അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ആണെങ്കിൽ കൂടി വിജയന്റെ ജനസമ്മതി ഉണ്ടോ എന്ന കാര്യം ഒരു ചോദ്യമാണ്. കൂടാതെ ഇത്തവണ നാദാപുരത്തെ ന്യൂനപക്ഷ വോട്ടുകളുടെ ചോർച്ച നല്ല രീതിയിൽ തന്നെ LDFനെ പ്രതികൂലമായി ബാധിക്കും. P വസന്തത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ചില അസ്വാരസ്യങ്ങൾ പാർട്ടിയിൽ തുടക്കത്തിൽ ഉടലെടുത്തിരുന്നു. ഭരണവിരുദ്ധ വികാരം അവർക്ക് വലിയ തലവേദനയും സൃഷ്ടിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ചുരുക്കി പറഞ്ഞാൽ P വസന്തം ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് എങ്കിൽ കൂടി അവിടെ അവരെ പ്ലേസ് ചെയ്ത ടൈമിങ്ങും സ്ഥലവും തെറ്റായിപ്പോയി എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. CPIയെ സംബന്ധിച്ച് നാദാപുരത്തേത് അഭിമാന പോരാട്ടമാണ്. വടക്കൻ മേഖലയിൽ അവരുടെ ശക്തി തെളിയിക്കാൻ ഈ സീറ്റ് എന്ത് വില കൊടുത്തും നിലനിർത്തുക അവരുടെ ആവശ്യവുമാണ്. എന്നാൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഇത്തവണ കോഴിക്കോട് ലക്ഷ്യം വയ്ക്കുന്നത് അതിലും വീറും വാശിയോടും കൂടിയാണ്. കാരണം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഒരു MLA പോലും കോഴിക്കോട് നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന് നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയ പോരായ്മ
ഇക്കുറി വലിയ മുന്നേറ്റത്തോടെ തന്നെ തിരുത്തണമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് അവർ. ആ ആവേശമാണ് KM അഭിജിത്തിനെ പോലെ ഒരു യുവ തുർക്കിയെ ഇറക്കിയതിന് പിന്നിലും. നാദാപുരത്തെ പോരാട്ടം കടുക്കുമ്പോൾ ഈ കടത്തനാടൻ മണ്ണിൽ ആരുടെ ജയഘോഷങ്ങൾ മുഴങ്ങിക്കേൾക്കുമെന്ന് കാത്തിരുന്നു തന്നെ അറിയേണ്ടതുണ്ട്. വസന്തം വരുമോ അതോ അഭിജിത്ത് വിജയം കൊയ്യുമോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.